അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന് വിട നൽകാനൊരുങ്ങി ജന്മനാട്. ഭൗതികദേഹം രാവിലെ പൂങ്കുന്നത്തെ വീട്ടിലെത്തിക്കും. ഉച്ചയ്ക്ക് 12:30 വരെ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം. സംസ്കാരം നാളെ നടക്കും. പറവൂർ ചേന്നമംഗലം പാലയത്ത് തറവാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, ഭാവഗായകൻ വിടവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ആയിരിക്കും. ഇന്ന് പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് അമല ആശുപത്രിയിലാണ്. ഈ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ഏതാണ്ട് 8 മണിയോട് കൂടി തന്നെ ഈ ഭൗതിക ശരീരം പൂങ്കുന്നത്തുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തിക്കും. അവിടെ നിന്ന് ഏതാണ്ട് 2 മണിക്കൂർ പൊതുദർശനം ഉണ്ടായിരിക്കും. അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായിരിക്കും. പ്രധാനമായും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ആ ഫ്ലാറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കുന്നത്. തുടർന്ന് 10 മണിക്ക് ഭൗതിക ശരീരം തൃശ്ശൂർ സാഹിത്യ അക്കാദമി റീജിയണൽ ഹാളിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് 12:30 വരെ ഏതാണ്ട് 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പൊതുദർശനമായിരിക്കും സാഹിത്യ അക്കാദമി ഹാളിൽ ഉണ്ടാവുക. ഒരുപക്ഷെ അത് അതിനേക്കാൾ നീണ്ടേക്കാം. കാരണം ആളുകൾ വരുന്നതിനനുസരിച്ച് സ്വാഭാവികമായും നീളാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഈ സാഹിത്യ അക്കാദമി ഹാളിലെ റീജിയണൽ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം ആ ഭൗതിക ശരീരം തിരിച്ച് പൂങ്കുന്നത്തുള്ള തറവാട്ടിലേക്ക് കൊണ്ടുവരും. ഈ തറവാട്ട് വീട്ടിൽ നാളെ രാവിലെ വരെ തറവാട്ട് വീട്ടിലായിരിക്കും പൊതുദർശനം. അതിനുശേഷമാണ് രാവിലെ നേരെ പറവൂരുള്ള അദ്ദേഹത്തിന് ചേന്നമംഗലത്തെ പാലയത്ത് തറവാട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. തുടർന്ന് അവിടെയായിരിക്കും പൊതുദർശനത്തിന് ശേഷം സംസ്കാര ചടങ്ങ് നടക്കുന്നത്. ഈ രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പൊതുദർശനത്തിൻ്റെയും എല്ലാം ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് പൂങ്കുന്നത്തെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ ദിവസം തന്നെ രാത്രിയിൽ അദ്ദേഹം ഏതാണ്ട് 8 മണിയോട് കൂടിയാണ് അന്തരിക്കുന്നത്. അതേ സമയത്ത് തന്നെ നിരവധി ആളുകളാണ് ഈ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയത് അദ്ദേഹത്തെ കാണാൻ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലുള്ളവരും സംഗീത രംഗത്തുള്ളവരും ജനപ്രതിനിധികളും അങ്ങനെ ഒരു വലിയ വിഭാഗം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സങ്കടം അറിയിക്കാനും അദ്ദേഹത്തെ ഒന്ന് കാണാനും എത്രയും പെട്ടെന്നൊന്ന് കാണാനും ഇവിടേക്ക് ഓടിയെത്തിയിരുന്നു. തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ ഒരു തീരാ നഷ്ടം തന്നെയാണ്. അത്തരത്തിലേക്ക് സിനിമാ മേഖലയിലുള്ള എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചു കഴിഞ്ഞു. സംഗീത രംഗത്തുള്ള ആളുകളും ജനപ്രതിനിധികളും എല്ലാം വ്യക്തിപരമായി അവരുടെ അനുശോചനവും അവരുടെ അനുസ്മരണങ്ങളും അവരുടെ ഓർമ്മകളെല്ലാം ഇന്നലെ തൊട്ട് തന്നെ പറഞ്ഞിരുന്നു. എന്തായാലും അതിൽ വളരെ പ്രധാനപ്പെട്ട മഞ്ജു വാര്യർ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഓർമ്മകളിലേക്കുള്ള ഒരു തോണിയാണ് പി ജയചന്ദ്രൻ്റെ പാട്ടുകൾ എന്നാണ് അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എപ്പോൾ കേട്ടാലും കുട്ടിക്കാലത്ത് നമ്മളെ കൊണ്ടുപോയി അവിടെ നിർത്തുമെന്ന് തന്നെയാണ്. ശരിയാണ്, തീർച്ചയായിട്ടും വളരെ അന്വർത്ഥമാവുന്ന ഒരു വാക്കുകൾ തന്നെയാണ് അത്. ഓർമ്മകളിലേക്കുള്ള തോണി തന്നെയാണ് മലയാളിക്ക് പി ജയചന്ദ്രൻ്റെ ഓരോ പാട്ടുകളും. നഷ്ടപ്പെട്ട ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകളിലേക്ക് അത് എളുപ്പം കൊണ്ടെത്തിക്കാനുള്ള ഒരു വഴിയാണ് പി ജയചന്ദ്രൻ്റെ ശബ്ദം. എന്തായാലും തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന പോലെ ഭാവഗായകനെന്ന് അന്വർത്ഥമാക്കുന്ന തലത്തിലേക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ചെയ്ത പാട്ട് ഗുരുവായൂരപ്പൻ്റെ പാട്ടാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം പാടുന്ന ഗുരുവായൂരപ്പൻ്റെ പാട്ടാണ്. അത് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തുകൊണ്ട് പാടിയ ഒരു പാട്ട് കൂടിയാണ്. അദ്ദേഹം അന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗുരുവായൂരപ്പൻ നിശ്ചയിക്കുന്നത് വരെ ഞാൻ എൻ്റെ ഈ പാട്ടുകൾ തുടരും, എൻ്റെ എല്ലാ ജീവിതവും എൻ്റെ എല്ലാ ശബ്ദവും ഞാൻ അദ്ദേഹത്തിന് കാഴ്ചവെക്കുന്നുവെന്നാണ് അദ്ദേഹം അവസാനം ആ പാട്ട് പാടിയതിനു ശേഷം സംഗീത സംവിധാനം നൽകി കൊടുത്ത ആ പാട്ട് പാടിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ തലത്തിലേക്ക് വളരെ വലിയ രീതിയിലേക്കുള്ള ഒരു ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സിനിമാ നടൻ മോഹൻലാൽ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണെന്നാണ്. അതുപോലെ തന്നെ ഓരോ ആളുകളെ എടുത്തു പരിശോധിക്കുമ്പോഴും എത്രത്തോളം വ്യക്തിബന്ധം അദ്ദേഹത്തിന് ഓരോ മേഖലയിലുള്ള ആളുകളുമായിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം പി ബാലചന്ദ്രൻ പറഞ്ഞത് പച്ചയായ മനുഷ്യനെന്നാണ്. തീർച്ചയായിട്ടും ആ ഒരു മുഖം കൂടിയുണ്ട്. അതായത് തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയാനും യാതൊരു മടിയുമില്ലാതിരുന്ന ഒരാളാണ് പി ജയചന്ദ്രൻ എന്നുകൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ആ തരത്തിലേക്കുള്ള ഒരു നിലപാടിൻ്റെ ഒരു വ്യക്തിയാണ്. പലപ്പോഴും ഈ ന്യൂജൻ പാട്ടുകളോട് കലഹിക്കേണ്ടി പോലും വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്. അത് പരസ്യമായി പല ഷോകളുണ്ടെങ്കിൽ കൂടി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. ആ തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ചില ശീലങ്ങളിൽ ഈ മോര് കൂട്ടുന്നത് ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഒഴിവാക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ശബ്ദത്തിനെ ബാധിക്കുന്ന മുറുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നു. പക്ഷെ അതിന് അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം അവസാനം കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും ചിട്ടവട്ടങ്ങളുള്ള ഒരു ജീവിതമായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ചിട്ടയോടനുസരിച്ച് തന്നെ ജീവിച്ചു വന്ന ഒരു മനുഷ്യനായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അർബുദബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ടും കരൾ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു അത്തരത്തിൽ ആശുപത്രിയിൽ അധിക സമയം കിടക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങി പോകുന്ന ചില പ്രവണതകൾ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇന്നലെ ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുകയും കുറച്ച് അധികമാവുകയും ചെയ്തതോടുകൂടി തന്നെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ 7:54 കൂടി തന്നെ മരണം സംഭവിക്കുകയായിരുന്നു.
എന്തായാലും ഇനി അല്പസമയത്തിന് ശേഷം 8 മണിയോടുകൂടി അദ്ദേഹത്തെ ഈ അമല ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൂങ്കുന്നത്തെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും. അതെ, അനന്ത് പറഞ്ഞതുപോലെ തന്നെയാണ് തൻ്റേതായ ഒരു ഇടം മലയാള ചലച്ചിത്ര രംഗത്ത്, ഗാന രംഗത്ത് സ്ഥാപിച്ചതിന് ശേഷമാണ് പി ജയചന്ദ്രൻ വിടവാങ്ങുന്നത്. 50 വർഷം നീളുന്ന തൻ്റെ ഗാന ജീവിതം, അതോടൊപ്പം തന്നെ 16,000-ഓളം പാട്ടുകൾ, അനന്ത് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഓർത്തെടുക്കാൻ പി ജയചന്ദ്രൻ എന്ന പ്രതിഭയെ സംബന്ധിച്ച് ധാരാളമാണ് മലയാളിക്ക്. ഒന്ന് മൂളിപ്പാട്ട് പാടാത്ത അദ്ദേഹത്തിൻ്റെതായ ഒരു പാട്ടുപോലും അവശേഷിക്കുന്നുമില്ല. അനന്ത് പറഞ്ഞതുപോലെ കൃത്യമായ നിലപാടുകളുമായി സംഗീത രംഗത്ത് മുന്നോട്ട് പോയ ഒരു വ്യക്തിപ്രഭാവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പലർക്കും പലപ്പോഴും കാർക്കശ്യക്കാരനായി തോന്നിയിരുന്നെങ്കിൽ പോലും അദ്ദേഹം അത് എന്തുകൊണ്ടാണ് അത്തരം നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് പിന്നീട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തായാലും സംഗീത ലോകത്തെ തീരാ നഷ്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പി ജയചന്ദ്രൻ്റെ വിയോഗം. ഇന്ന് പൊതുദർശനം നടക്കുമ്പോൾ പ്രമുഖരാരൊക്കെയായിരിക്കും അദ്ദേഹത്തെ കാണുന്നതിനായി സംഗീത നാടക അക്കാദമിയിൽ എത്തിച്ചേരുക എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? അതോടൊപ്പം സംസ്കാരം നാളെയാണ് പറവൂർ ചേന്നമംഗലത്തെ തറവാട്ട് വീട്ടിലായിരിക്കും. അവിടെയും പൊതുദർശനത്തിനുള്ള പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അനന്തിന് ലഭ്യമാകുന്നുണ്ടോ? എന്തായാലും ഈ തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് 3 സ്ഥലങ്ങളിലായിട്ടായിരിക്കും ഈ മൃതദേഹം, ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പൂങ്കുന്നത്തുള്ള ഫ്ലാറ്റിലാണ്. അവിടെ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ആണ് വരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമാണ്. കാരണം അന്തരിച്ചിരിക്കുന്നത് മലയാളത്തിൻ്റെ ഭാവഗായകനാണ്. സ്വാഭാവികമായും നിരവധി ആളുകൾ അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. തുടർന്ന് റീജിയണൽ തിയേറ്ററിലേക്ക് മാറ്റും. മലയാളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗീതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അവിടേക്ക് എത്തും എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിൽ മലയാളത്തിലെ തന്നെ മുൻനിര സിനിമാ രംഗത്തെയും മാധ്യമരംഗത്തെയും അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്തെയും മറ്റ് രാഷ്ട്രീയ രംഗത്തെയും എല്ലാം പ്രമുഖർ ഈ റീജിയണൽ തിയേറ്ററിലേക്ക് എത്തും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പൂങ്കുന്നത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, തറവാട്ട് വീട്ടിലേക്കായിരിക്കും കൊണ്ടുവരുന്നത്. നാളെ തീർച്ചയായിട്ടും ഈ ബോഡി, ഈ ഭൗതിക ശരീരം പറവൂരിലുള്ള ചേന്നമംഗലത്തെ അദ്ദേഹത്തിൻ്റെ പാലിയത്ത് തറവാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയും പൊതുദർശനത്തിനുള്ള സൗകര്യം വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ചില ആചാരപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നടത്തേണ്ടതിൻ്റെ കാര്യത്തിലാണ് നാളെ ഇത്തരത്തിൽ സംസ്കാര ചടങ്ങ് മാറ്റുന്നതിൻ്റെ കാരണം. അപ്പോൾ തീർച്ചയായിട്ടും ചില വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിച്ച മനുഷ്യനായതുകൊണ്ട് തന്നെ ഭൗതിക ശരീരത്തിൻ്റെ സംസ്കാരവും ആ തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നാളെ അദ്ദേഹത്തിൻ്റെ ജനിച്ചു വളർന്ന ഈ പാലിയത്തെ തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയും പൊതുദർശനം ഉണ്ടായിരിക്കും. വൈകുന്നേരത്തോടു കൂടി തന്നെ പരമാവധി 5 മണിക്ക് മുമ്പായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തുക എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ തന്നെ ഇവിടെ ഒരുവിധം ആളുകൾ, അത് ഈ ജനപ്രതിനിധികളും സിനിമാരംഗങ്ങളുള്ളവരൊക്കെ ഇന്നലെ എത്തിയിരുന്നു. എന്തായാലും കൂടുതൽ ആളുകൾ ഇന്ന് എത്താനാണ് സാധ്യത. 12:30 കൂടി തന്നെ റീജിയണൽ തിയേറ്ററിലെ പൊതുദർശനം അവസാനിപ്പിക്കുമെന്ന് പറയുമെങ്കിലും ഒരു പക്ഷേ അത് 12:30 അവസാനിക്കാനുള്ള സാധ്യതയില്ല. ആളുകൾ വരുന്നതിനനുസരിച്ച് അതിൻ്റെ സമയം നീളാനുള്ള ഒരു സാധ്യത തന്നെയാണ് എന്തായാലും കാണുന്നത്. അല്പസമയത്തിനകം തന്നെ അമല ആശുപത്രിയിൽ നിന്ന് ഈ ഭൗതികദേഹം പൂങ്കുന്നത്തുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും. അതെ, അനന്ത് പറഞ്ഞതുപോലെ തന്നെയാണ് നിരവധി ഗാനങ്ങൾ. കേരളത്തെ പറ്റി ഒരു പാട്ട്, കേരളപ്പിറവി സമയത്ത് നമുക്കൊരു പാട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക നമുക്ക് കേരനിരകളാടും എന്ന ആ ഒരു ഗാനം തന്നെയാണ്. അങ്ങനെ നിരവധി ഗാനങ്ങൾ. ഇപ്പോൾ നിറത്തിലെ ഒരിടയ്ക്ക് ഒരു കാലത്ത് യുവാക്കൾക്കിടയിൽ ഹരമായി മാറിയിരുന്ന പ്രായം തമ്മിൽ മോഹം നൽകി എന്ന പാട്ടടക്കം നിരവധി ഗാനങ്ങൾ അദ്ദേഹം പാടി. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക പാട്ടുകളും മലയാളികൾക്ക് സുപരിചിതമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരം. അദ്ദേഹം ആദ്യമായി പുറത്തിറങ്ങിയ മഞ്ഞരയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം മുതൽ ഇങ്ങോട്ട് അദ്ദേഹം പാടിയ ഒട്ടുമിക്ക പാട്ടുകളും മലയാളികൾക്ക് സുപരിചിതമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. എന്തായാലും അനന്ത് ഇപ്പോൾ അമല ആശുപത്രിയിലാണ്, അവിടെ മോർച്ചറിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. തുടർന്ന് ഇനി 5 ഇടങ്ങളിലായി പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കും. അനന്ത്, നമുക്കറിയാം ആ കാലഘട്ടത്തിലെ 2 പേരായിരുന്നു യേശുദാസും പി ജയചന്ദ്രനും. ഇവർ 2 പേരും മലയാളികൾക്ക് സമ്മാനിച്ചത് മധുരമനോഹരങ്ങളായ ഗാനങ്ങൾ തന്നെയായിരുന്നു. ഇവർ 2 പേരുടെയും
എടുത്തു പറയേണ്ടുന്ന മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ ഭാവം അതേപടി ഗാനത്തിലൂടെ എത്തിക്കുക, അതോടൊപ്പം തന്നെ അക്ഷരശുദ്ധി, ഒരു വാക്കുപോലും മനസ്സിലാകാത്ത വിധത്തിലല്ല ഈ രണ്ട് ഭാവഗായകരും പാടിയിട്ടുള്ളത് എന്നാണ്. അങ്ങേയറ്റം അക്ഷരശുദ്ധിയോടുകൂടിയാണ് ഇവർ എപ്പോഴും പാടിയിരുന്നത്. അത് പലപ്പോഴും ജയചന്ദ്രനെ കുറിച്ച് പറയുന്നത് കൃത്യമായി ആ സംഗീത ആലാപനത്തിൽ അത് കടന്നു വരാൻ എപ്പോഴും ശ്രദ്ധ ചെലുത്തിയിരുന്നു. പലപ്പോഴും അത് പ്രാക്ടീസിലൊക്കെ ഉടനീളം അദ്ദേഹം അത് ആവർത്തിച്ച് പാടി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓരോ വാക്കുകളും ആ ഗാനാലാപനത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നുമാണ്. ഒപ്പം തന്നെ ഇവർ പാടി ഫലിപ്പിച്ച പാട്ടുകൾ മറ്റൊരാൾക്ക് പാടി ഫലിപ്പിക്കുക എന്നുള്ളത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അതെ ആനന്ദ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് വരുന്നത്? എപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ആശുപത്രിയിൽ നിന്ന് പൊതുദർശനത്തിനായി കൊണ്ടുവരിക? 8 മണിയോട് കൂടെ തന്നെ അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അവസാനത്തെ വിവരം. ഏതാണ്ട് അരമണിക്കൂറിനകം തന്നെ ഈ മോർച്ചറിയിൽ നിന്ന് ഈ ഭൗതികദേഹം പൂങ്കുന്നത്തുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ മുഴുവൻ ഈ ഭൗതികദേഹം ഈ മോർച്ചറിൽ തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. ഇന്ന് രാവിലെ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ തലമുറയാലും ആഘോഷിക്കപ്പെട്ട ഒരു ഗായകൻ തന്നെയാണ് പി ജയചന്ദ്രൻ. തീർച്ചയായും ആ യേശുദാസാണോ പി ജയചന്ദ്രനാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പലർക്കുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും രണ്ടുപേരും രണ്ട് വഴിയിലൂടെ ഒഴുകിയിരുന്ന മഹാപ്രതിഭകളായിരുന്നു. അതിലൊരു മനുഷ്യൻ, ഒരു മഹാപ്രതിഭ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലയാളത്തിൻ്റെ ക്ലാസിക് സംഗീത കാലഘട്ടം മുതൽ ഇന്നുള്ള ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ സംഗീത സംവിധായകരോടൊപ്പം പോലും പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഗീത പ്രതിഭയാണ് പി ജയചന്ദ്രൻ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലെ പാട്ട് പൂക്കൾ, പനിനീർ പൂക്കൾ, ആ പാട്ടെല്ലാം ഇപ്പോഴും മലയാളികളിലെ ഓരോ പ്രായക്കാരും ഓരോ ചെറിയ കുട്ടികളും മൂളിക്കൊണ്ട് നടക്കുന്ന പാട്ടാണ്. അപ്പോൾ എല്ലാ തലമുറകളെയും സന്തോഷിപ്പിക്കാനും എല്ലാ തലമുറകളെയും അവരുടെ ഗൃഹാതുരത്വത്തിലേക്ക് കൊണ്ടുപോകാനും അവരുടെ ഓർമ്മകളിലെ ഒരു തോണിയായി ജയചന്ദ്രൻ മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ തരത്തിൽ ഒരു അടയാളപ്പെടുത്തലുകൾ, കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ മലയാള സംഗീത ശാഖ എന്നല്ല, ഭാരതത്തിൻ്റെ മിക്ക ഭാഷകളും അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സംഗീതത്തിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലായിട്ട് തന്നെയാണ് ജയചന്ദ്രൻ ഈ ഭൂമി വിട്ടു പോയത്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടത്തിലും സംഗീതമുള്ളിടത്തോളം കാലഘട്ടം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകത്തിൻ്റെ അവസാനം വരെ എന്ന് പറയാം, ആ കാലഘട്ടം വരെ ജയചന്ദ്രൻ ഓർമ്മിച്ചിരിക്കും ഓരോ മലയാളിയുടെയും മനസ്സിൽ. കാരണം ഈ ജയചന്ദ്രൻ്റെ പാട്ടുകൊള്ളാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. എത്ര പാട്ടുകളാണ് നമ്മുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തുന്നത്. പ്രത്യേകിച്ച് അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളൊന്നാണ് തങ്ക മനസ്സ്, അമ്മ മനസ്സ്. ഇപ്പോഴും ഈ റീലുകളിൽ നിറയെ അമ്മമാരെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടുള്ള ആ ഒരു പാട്ട് തന്നെയാണ് തങ്ക മനസ്സ്. അപ്പോൾ ആ തലത്തിലേക്ക് അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഓടിയെത്തുന്ന പാട്ടാണ് തങ്ക മനസ്സ്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള പ്രണയഗാനങ്ങൾ, എന്തേ ഇന്നും വന്നില്ല, ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ പോലും നിറഞ്ഞുകൊണ്ട് കിടക്കുന്ന, സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന റീലായിക്കൊണ്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ എടുത്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോ മേഖലയിലും ഓരോ ആളുകളുടെയും ഓരോ ഓർമ്മയ്ക്കും കൃത്യമായിട്ടുള്ള ഒരു അടക്കത്തിനനുസരിച്ചുള്ള പാട്ടുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വരമാധുരിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ 8 മണിയോട് കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ പൂങ്കുന്നത്തെ ഫ്ലാറ്റിലേക്ക് മോർച്ചറിയിൽ നിന്ന് മാറ്റും. തുടർന്ന് പൂങ്കുന്നത്ത് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ആദ്യ പൊതുദർശനം ആരംഭിക്കുന്നത്. അതെ, നിഖിൽ, ആനന്ദ് പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാ തലമുറയെയും സ്പർശിക്കാൻ തക്കവണ്ണമുള്ള ഗാനാലാപന ശൈലി എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നുള്ള ആ ഗാനത്തിൽ തുടങ്ങി ഏറ്റവും ഒടുവിലായി പ്രായം നമ്മിൽ മോഹം നൽകിയും അതിനുശേഷം പൂക്കൾ, പനിനീർ പൂക്കൾ, ഇത്തരം പാട്ടുകളിലുമൊക്കെ എല്ലാ തലമുറകളെയും അത് സ്പർശിക്കുന്നു എന്നുള്ളതാണ്. അവർ മൂടി നടക്കുന്ന ആ ഒരു രീതിയിലുള്ള പാട്ടുകൾ അദ്ദേഹം പാടി വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പാടി ഫലിപ്പിച്ച പാട്ടുകൾ മറ്റൊരാൾക്ക് പാടുക, അതേ രീതിയിൽ പാടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും മലയാളത്തിൻ്റെ അനുശോചനമാണ് പി ജയചന്ദ്രന് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേർ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തിച്ചേരും. ആനന്ദ്, നമുക്ക് അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തെ എങ്ങനെ ഓർത്തെടുക്കാം? നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം
5 തവണയാണ് അദ്ദേഹം നേടിയത്. അതോടൊപ്പം ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച ഗായകനുള്ള പുരസ്കാരം ഒരു വട്ടം, തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാം ആനന്ദ്? തീർച്ചയായിട്ടും. അതായത് അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഒരു സാഗരം പോലെ ഒഴുകി വന്നിട്ടുള്ള ആണ്. നിരവധി പുരസ്കാരങ്ങൾ, അത് വളരെ ചെറുപ്പം മുതൽ തന്നെ തൻ്റെ സംഗീത ജീവിതം ആരംഭിച്ചത് മുതൽ തന്നെ ഇങ്ങ് അവസാനിക്കുന്ന സമയം വരെ എണ്ണിയാൽ ഒടുങ്ങാത്ത, അല്ലെങ്കിൽ എണ്ണിയാൽ തീരാത്ത, വിരൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ് ഓരോ മലയാളിയും മൂളി നടക്കുന്ന പാട്ടുകളാണ്. ജയചന്ദ്രൻ്റെ പാട്ട് മൂളാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ പ്രായം തമ്മിൽ മോഹം നൽകി എന്ന് പറയുന്ന ഈ പാട്ടൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിലെ യുവതലമുറകൾ കൂടി പലപ്പോഴും കോളേജുകളിലെ പരിപാടികൾ വരുമ്പോഴാവട്ടെ, എന്തിന് ഉത്സവപ്പറമ്പലുകളിലെ ഗാനമേളകൾ പോലാവട്ടെ, ഇപ്പോഴും ആ പാട്ട് പാടുന്ന നിരവധി ഗാനമേളകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ കാലഘട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ കാലത്തിനെയും മറികടന്നുകൊണ്ടുള്ള ചില പാട്ടുകൾ അദ്ദേഹം പാടിവെച്ചിട്ടുണ്ട്. ഈ പ്രായം തമ്മിൽ മോഹം നൽകിയ ആ പാട്ടൊക്കെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്ന് പറയുന്ന ആ പാട്ട് ഇപ്പോഴും ലളിതഗാന മത്സരങ്ങളിൽ ഭൂരിഭാഗവും കുട്ടികളും ആലപിക്കുന്നതും പലരും സമ്മാനം വാങ്ങിക്കുന്ന ഒരു പാട്ടാണ്. അത് തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ ആ ഒരു സൗന്ദര്യം, എത്രത്തോളം കവിഞ്ഞൊഴുകുന്ന വരികളും അതിനൊപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ആ ശബ്ദവും ആ ശബ്ദവും തീർച്ചയായിട്ടും മലയാളിക്ക് ഓർമ്മിക്കാൻ, ഏത് കാലഘട്ടത്തിലും ഓർമ്മിക്കാൻ, പ്രത്യേകിച്ച് ആ പാട്ടൊക്കെ എന്ന് പറയുമ്പോൾ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പാടിയ പാട്ടാണ്. ഈ ഒരു കാലഘട്ടത്തിലും ഈ ഒരു ടെക്നോളജിയുടെ അതിപ്രസരത്തിലും പക്ഷേ ആ പാട്ടുകളുടെ എല്ലാം ആ ഒരു ഭംഗി, ആ ഭാവുകത്വം ചോർന്നു പോവാതെ തന്നെ മലയാളി, ഏത് പ്രായക്കാരാവട്ടെ, മലയാളി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പാട്ടാണ്. ഈ തലമുറയിലെ ചെറിയ കുട്ടികളടക്കം മത്സരങ്ങളിൽ ഇപ്പോഴും പാടുന്നത് ഒന്നിനി പാടുക പൂങ്കുയിലെ എന്ന് പറയുന്ന ആ പാട്ട് തന്നെയാണ്. അപ്പോൾ ആ തലത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തലമുറകളാൽ ആഘോഷിക്കപ്പെട്ട ഒരു ഗായകൻ തന്നെയാണ്. എല്ലാ തലമുറകൾക്കും വേണ്ട വക അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പുതിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പൂക്കൾ പണിഞ്ഞൊരു പൂക്കൾ എത്രയോ മനോഹരമായിട്ടുള്ള ഒരു പ്രണയഗാനമാണ്. അപ്പോൾ ഓരോ തലമുറയ്ക്കും ആഘോഷിക്കാനും ഓരോ തലമുറയ്ക്കും സന്തോഷിക്കാനും അവരുടെ ഓർമ്മകളെ ഉണർത്താനും അവരുടെ ഗൃഹാതുരത്വത്തിൻ്റെ ഏറ്റവും വലിയ ചില ഒരു സത്യത്തിൽ പറഞ്ഞാൽ പി ജയചന്ദ്രൻ്റെ പാട്ടുകൾ. അത് തന്നെയാണ് മഞ്ജു വാര്യർ അടക്കമുള്ള ആളുകൾ അനുസ്മരിച്ചത്. മോഹൻലാൽ അനുസ്മരിച്ച അദ്ദേഹം ജ്യേഷ്ഠനെ പോലെയാണെന്നാണ്, ജ്യേഷ്ഠ സഹോദരനാണെന്നാണ്. അപ്പോൾ ഓരോ ആളുകൾക്കും ജയചന്ദ്രനെ കുറിച്ച് പറയാൻ 100 കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിലേക്ക് എത്തിത്തുടങ്ങും. അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ എത്തും. റീജിയണൽ തിയേറ്ററിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചലച്ചിത്ര മേഖലയിലും മറ്റെല്ലാ സാംസ്കാരിക മേഖലയിലും ആളുകൾ എത്തിത്തുടങ്ങും. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ എന്തായാലും അദ്ദേഹത്തെ കുറിച്ച് അറിയാം. അതെ, തീർച്ചയായും. നമ്മൾ പി ജയചന്ദ്രൻ എന്ന അതുല്യ കലാകാരനെ ഓർത്തെടുക്കുകയായിരുന്നു. 16,000-ഓളം ഗാനങ്ങൾ, 50 വർഷം നീണ്ടു നിൽക്കുന്ന തൻ്റെ സംഗീത ജീവിതം, അതോടൊപ്പം തന്നെ നിരവധി പുരസ്കാരങ്ങൾ, ഇതിലെല്ലാത്തിലും ഉപരി എത്രയോ തലമുറകൾ ഓർത്തിരിക്കത്തക്കവണ്ണമുള്ള ഗാനങ്ങൾ, അതിലെല്ലാം അദ്ദേഹത്തിൻ്റെതായ ഭാവം അലിയിച്ച് ചേർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സംഗീത പ്രതിഭ. ഇങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് പി ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം. ഓരോ ഗാനത്തിലും അദ്ദേഹത്തിൻ്റെതായ ഒരു മുദ്ര പതിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് പ്രണയത്തിലാകട്ടെ, വിരഹഗാനത്തിലാകട്ടെ, ഏതിലായാലും അദ്ദേഹത്തിൻ്റെതായ ആ ശബ്ദ മാധുരി, ആ ശൈലി, അതെല്ലാം അദ്ദേഹം അതിമനോഹരമായി തന്നെ സംഗീത പ്രേമികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്, അവരുടെ മനസ്സുകളെ കീഴടക്കിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ച ഓരോ പാട്ടുകളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കും. നീലഗിരിയുടെ സഖികളെ എന്ന് പറയുന്ന പാട്ടിനാണ് അദ്ദേഹത്തിന് 1972 അവാർഡ് പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും ഓരോ മലയാളികളുടെയും മനസ്സിൽ എന്നും ഓർമ്മിച്ചു വെക്കാൻ പോകുന്ന ഒരു പിടി മികച്ച ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമുക്ക് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. ചില കേട്ടുകഥകളും കേൾവിക്കഥകളും എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് AR റഹ്മാൻ അദ്ദേഹത്തെ പാടാൻ വിളിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചില നിലപാടുകളുള്ള, ചില കാർക്കശ്യക്കാരനായ അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള ചില തീരുമാനങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം, ഒരു പച്ച മനുഷ്യൻ കൂടിയായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ അത്തരത്തിൽ തൻ്റെ വീട്ടിൽ കുളി കഴിഞ്ഞിട്ടില്ല, വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് എത്താം എന്ന് പറയുകയും അതിനുശേഷം എത്തിയപ്പോൾ ആ പാട്ട് മറ്റാരോ പാടുകയും
ചെയ്തു എന്നും അദ്ദേഹത്തിന് അടുത്ത സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിൽ സുഹൃത്തുക്കൾക്ക് നിരാശയുണ്ടെങ്കിലും അദ്ദേഹത്തിന് അതിൽ നിരാശയില്ല. കാരണം എ.ആർ. റഹ്മാന്റെ മറ്റൊരു പാട്ടിലൂടെ തന്നെയാണ് അദ്ദേഹം ഹിന്ദി ഗാന രംഗത്തേക്ക് കൂടി എത്തുന്നത്. അപ്പോൾ ആ തലത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയിലൂടെ ആ ചിട്ടയായ ജീവിതം നയിച്ച വ്യക്തി കൂടിയായിരുന്നു ജയചന്ദ്രൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിന് ആ തലത്തിൽ കോംപ്രമൈസുകൾക്കോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കോ ഒന്നും തയ്യാറാവാത്ത ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല റിയാലിറ്റി ഷോകളിലും അദ്ദേഹം ജഡ്ജായിട്ട് വന്നെങ്കിൽ കൂടി ചില പാട്ടുകളോടുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പരസ്യമായി തന്നെ കാണിക്കാൻ യാതൊരു വിമുഖതയും ഇല്ലാത്ത മനുഷ്യൻ കൂടിയായിരുന്നു. പലതവണ അത്തരത്തിലുള്ള പല ഷോകളിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അന്നെല്ലാം അദ്ദേഹത്തിനെ വിമർശിക്കാൻ ആളുകളുണ്ടെങ്കിലും പക്ഷേ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പച്ചയായിട്ടുള്ള മനുഷ്യൻ, ഇന്നലെ പി. ബാലേന്ദ്രൻ എം.എൽ.എ പറഞ്ഞ അദ്ദേഹത്തെ അനുസ്മരിച്ച് അങ്ങനെയാണ്, പച്ചയായിട്ടുള്ള മനുഷ്യൻ എന്നാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് കാണാത്തത്. യാതൊരു തരത്തിലുള്ള കാപട്യങ്ങളും ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം ഈ നാടിനെ അല്ലെങ്കിൽ ആളുകളെ നേരിട്ടിരുന്നത്, അല്ലെങ്കിൽ ആളുകളോട് സമീപിച്ചിരുന്നത്. തൃശ്ശൂർക്കാർക്കൊക്കെ പറയുകയാണെങ്കിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. സൂപ്പർ മാർക്കറ്റുകളിലും കടയിലും ഒക്കെ നേരിട്ട് വന്നു തന്നെ സാധാരണക്കാരെ പോലെ തന്നെ നമ്മൾ എല്ലാ മനുഷ്യരെ പോലെ തന്നെ വന്നുകൊണ്ട് ആളുകളോട് പെരുമാറുന്ന ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ ആ തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ കേരളത്തിൻ്റെ ഒരു തനിമ, അത്തരം കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ നമുക്ക് വരുന്നത് കേരനിരകളാടുമെന്ന് പറയുന്ന പാട്ട് തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിലും ഈ കേരളപ്പിറവി ദിനത്തിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും അതിൻ്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെക്കുന്ന പാട്ടുകളൊന്ന് കേരനിരകളാടും എന്ന് പറയുന്ന ആ ഒരു പാട്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വരികളുടെ സൗന്ദര്യം ചോർന്നു പോകാതെ, ആ ഭാവുകത്വങ്ങൾ നഷ്ടം വരാതെ എന്താണോ കവി ഉദ്ദേശിച്ചത് ഒരു പക്ഷേ അതിന് അപ്പുറത്തേക്കുള്ള ഒരു സൗന്ദര്യം ആ വരികൾക്ക് നൽകാൻ തീർച്ചയായിട്ടും ജയചന്ദ്രന് എല്ലാ പാട്ടുകളിലും സാധിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ മറ്റ് പാട്ടുകൾ നീയൊരു പുഴയായി തഴുകുമ്പോൾ അതിനും അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ദിലീപിൻ്റെ സിനിമയിലെ. എന്തായാലും ഓരോ പാട്ടുകളും അദ്ദേഹം പാടിവെച്ച ഓരോ പാട്ടുകളും, വിരൽ തൊട്ടാൽ ഒരുപാട് പാട്ടുകൾ അങ്ങനെ ഓർമ്മ വരുന്നുണ്ട് അദ്ദേഹത്തിന്. വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവ് എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം അത് ആലപിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പാട്ടുകൾ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോഴും തീർച്ചയായിട്ടും അതിലൊരു വേറിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെത് മാത്രമായിട്ടുള്ള ഒരു കയ്യൊപ്പ്, ഈ പറഞ്ഞ പോലെ തന്നെ മറ്റാര് പാടിയാലും മറ്റാരനുകരിച്ചാലും അല്ലെങ്കിൽ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരു പിടി ഗാനങ്ങൾ തന്നെയാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ അദ്ദേഹത്തിന് ചേരുന്ന ഒരു പേര് കൊടുത്തത് ഭാവഗായകൻ. തീർച്ചയായിട്ടും ആ വാക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രയോഗം, അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ആ ഒരു പദവി ഒരുപക്ഷെ മറ്റാർക്കും ചേരാത്ത ഒരു പദവി തന്നെയാണ്. മലയാളത്തിന് ഒറ്റ ഭാവഗായകനെ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹമാണ് എന്തായാലും നമ്മോട് വിട്ടുപോയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി മറ്റ് ചടങ്ങുകളാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഈ മോശം. ആനന്ദ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ആനന്ദ് തുടരുക. നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കുന്നതിനായി അതിഥികളും ചേരുന്നുണ്ട്. പുത്തൻ പുലരിയിൽ ഗായകനായ ശ്രീ മധു ബാലകൃഷ്ണൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ മധു ബാലകൃഷ്ണൻ, പി ജയചന്ദ്രനെ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്, ആ അതുല്യ പ്രതിഭയെ? ഞങ്ങൾ വളരെ നല്ല ആത്മബന്ധമുള്ള, എനിക്ക് അദ്ദേഹത്തിന് എന്നോടും വളരെ ആത്മബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുമായിരുന്നു. പറ്റുമ്പോഴൊക്കെ പല വേദികളിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ട് സംസാരിക്കാറുണ്ട്. വളരെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ട് അദ്ദേഹത്തിന്റെ ഒരു ആരാധകനായിട്ട് തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. കാരണം എന്റെ അച്ഛന് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിന്റെ പാട്ടുകളായിരുന്നു. ഒരു ദിവസം ആരംഭിക്കുന്നത് ജേട്ടൻ ആലപിച്ച പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ ആൽബം ഉണ്ട്. അതിലെ വിഘ്നേശ്വര ജന്മനാളികേരം എന്ന് തുടങ്ങുന്ന ഗാനം മുതൽ ആ ആൽബം മുഴുവൻ, അതുകൂടാതെ ജേട്ടൻ പാടിയിട്ടുള്ള സിനിമാ പാട്ടുകൾ, ഇതെല്ലാം എന്റെ അച്ഛൻ എപ്പോഴും വീട്ടിൽ പ്ലേ ചെയ്യുമായിരുന്നു. അപ്പൊ അന്ന് മുതലേ എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി പറ്റിയ ഒരു ശബ്ദവും ഗായകനുമാണ് ജേട്ടൻ. പിന്നെ ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം അദ്ദേഹമായിട്ട് കൂടുതൽ എടുക്കാൻ പറ്റി. മദ്രാസിൽ വെച്ച് ഞാൻ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിനെ നേരിട്ട് കാണുന്നതും സംസാരിക്കുന്നതും. പിന്നെ ഞാൻ സിനിമയിൽ പാടാൻ തുടങ്ങിയതിന് ശേഷം പലപ്പോഴും പല സ്റ്റുഡിയോകളിൽ വെച്ചും വേദികളിൽ വെച്ചും കാണാൻ സാധിച്ചു. പിന്നെ ഞാൻ കടവുൾ സിനിമയിൽ പാടിയപ്പോ തിച്ചൈ പാത്രമേന്തി വന്നേൻ എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അത് വളരെ എന്നെ വിളിച്ച് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യും. അത് വളരെ നല്ല ഗാനമാണെന്നൊക്കെ എന്നെ നന്നായിട്ട് പാടിയിട്ടുണ്ട് മധു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് അനുമോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. എവിടെ ഏതൊരു ഗായകനും പാടുന്നതിൽ നല്ലത് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അവരെ വിളിച്ച് സംസാരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നു. അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യൻ, ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹം എത്ര
ഏതൊരു സമയത്താണെങ്കിലും എപ്പോഴും അദ്ദേഹം സുശീലാമ്മയെ പറ്റിയും മുഹമ്മദ് റാഫി സാഹിബിനെ പറ്റിയും എല്ലാം വാദോരാതെ സംസാരിക്കുമായിരുന്നു. അത് അവരുടെ പാട്ടുകൾ എപ്പോഴും പാടി അവർ ഇപ്പൊ എന്തെങ്കിലും മൂഡ് ശരിയല്ലെങ്കിൽ കൂടി നമ്മൾ സുശീലാമ്മന്നോ അല്ലെങ്കിൽ നമ്മൾ മുഹമ്മദ് റാഫി സാഹിബിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ മൂഡൊക്കെ ചേഞ്ച് ആയി അദ്ദേഹം അവരെ പറ്റി അവരുടെ പാട്ടുകൾ പാടി വാദോരാതെ സംസാരിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹം നല്ലൊരു ഭക്ഷണപ്രിയനായിരുന്നു. എപ്പോഴും ദോശ അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ്, ദോശ, വട, അതുപോലെ തന്നെ തൈര് ഒക്കെ അദ്ദേഹം എപ്പോഴും വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഫുഡാണ്. ഏത് സമയത്ത് കൊടുത്താലും അദ്ദേഹം കഴിക്കുന്നതിന്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ എപ്പോഴും ഫോണിൽ സംസാരിക്കും. ഞാൻ വിളിച്ചില്ലെങ്കിൽ തന്നെ ചേട്ടൻ എൻ്റെ അടുത്ത് സംസാരിക്കും. ഒരു കഴിഞ്ഞ മാസം കൂടി ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിരുന്നു. ഇപ്പൊ ഞാൻ ചേട്ടനൊന്ന് പോയി കാണണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ പെട്ടെന്നുള്ള ഈ വിയോഗം. അത് വല്ലാതെ ഒരു ഷോക്കായി പോയി. എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വളരെ നന്ദി ശ്രീ മധു ബാലകൃഷ്ണൻ പ്രതികരിച്ചതിന്. ആനന്ദിലേക്ക് പോവുകയാണ്. ആനന്ദ് പറഞ്ഞ് നിർത്തിയിടത്ത് തന്നെയാണ്. അതായത് എത്രയോ ഗാനങ്ങൾ, എല്ലാം മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയവ, ഏതൊക്കെ എന്ന് എടുത്തു പറയാൻ പോലും പറ്റാത്ത അത്രയും എണ്ണം. രോഹിണി, ഇപ്പോൾ മധു ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ സിനിമ അല്ലെങ്കിൽ ചലച്ചിത്ര ഗാനങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഭക്തിഗാനങ്ങൾ. 1981 പുറത്തിറങ്ങിയ പുഷ്പാഞ്ജലി എന്ന ആ ഒരു സംഗീത ആൽബം, എസ് രമേശൻ നായരും പി ജയചന്ദ്രനും ഒരുമിച്ച് ആ ഒരു സംഗീത ആൽബം, അത് അത്രത്തോളം മലയാളികൾ ഏറ്റെടുത്ത മറ്റൊരു ഭക്തിഗാന ആൽബം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അതിൽ തന്നെ പല ഗാനങ്ങളും ഇപ്പോഴും രാവിലെ ക്ഷേത്രങ്ങൾ നട തുറക്കുമ്പോൾ പല ക്ഷേത്രങ്ങളിലും രാവിലെ നമ്മൾ കേൾക്കുന്ന ഗാനങ്ങളാണ്. ജാതി മതഭേദമന്യേ മലയാളികൾ ഏറ്റെടുത്ത ഭക്തി ഗാനങ്ങളാണ് അതിലുള്ളതെല്ലാം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ നിരവധി ഗാനങ്ങൾ ആ ഒരു പട്ടികയിൽ തന്നെയുണ്ട്. വടക്കുംനാഥന് സുപ്രഭാതം പാടും, ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം, മൂകാംബികെ ഹൃദയതാളാഞ്ജലി, അമ്പാടി തന്നലൂരി, അങ്ങനെ നിരവധി ഗാനങ്ങൾ. അത് മലയാളികൾ ഒന്നടങ്കം ജാതി മതഭേദമന്യേ എല്ലാവരും ഏറ്റെടുത്ത ഗാനങ്ങളാണ്. അങ്ങനെ ഭക്തിഗാന ആ ഒരു മേഖലയിലും ചലച്ചിത്രങ്ങൾ പുറമെ അതിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ഗായകൻ കൂടിയാണ് എന്തായാലും പി ജയചന്ദ്രൻ. അതെ, നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എല്ലാ ഭാവങ്ങളിലും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതിനി പ്രണയഗാനമാകട്ടെ, വിരഹഗാനമാകട്ടെ, ഭക്തിയാകട്ടെ, ലളിത സംഗീതത്തിലാകട്ടെ, ഒക്കെ തന്നെ തൻ്റെതായ. അദ്ദേഹം ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇന്നലെ ശ്രീകുമാരൻ തമ്പി സർ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം അത് പറഞ്ഞിരുന്നു. ശ്രീകുമാരൻ തമ്പി സാർ ഇന്നലെ ജനം ടി വിയോട് രാത്രിയിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം അപ്പോൾ പറഞ്ഞതാണ്, തൻ്റെ ഒരു അനുജനാണ് നഷ്ടമായത്. അവർ തമ്മിൽ 4 വയസ്സിന് വ്യത്യാസമുണ്ട്. ശ്രീകുമാരൻ തമ്പി സാറിനേക്കാൾ 4 വയസ്സിന് ഇളയതാണ് പി ജയചന്ദ്രൻ. അദ്ദേഹത്തെ ഇന്നലെ ജനം ടി വിയിലൂടെ അനുസ്മരിച്ച സമയം ഇന്നലെ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞിരുന്നു, ഏറ്റവും അധികം ഗാനങ്ങൾ ഒരുമിച്ച് ചെയ്തത് അവർ തമ്മിൽ ഒരുമിച്ചപ്പോഴാണ്. ഏറ്റവും കൂടുതൽ ജയചന്ദ്രൻ പാടിയിരിക്കുന്നത് അദ്ദേഹം ശ്രീകുമാരൻ തമ്പി. അതെ, തീർച്ചയായും. എന്തായാലും ഭാവഗായകന് മലയാളത്തിൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുന്ന ദിവസമാണിന്ന്.